നിനക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് വാങ്ങിട്ട്. നല്ല പേന അത്. കുഞ്ഞാ കുഞ്ഞോ പോകുന്നുണ്ടോ? കുഞ്ഞോ പോകുന്നുണ്ടോ? ഇല്ല. ശരി. എന്തുവാ? ജിയാനിക്കുട്ടി ഉണ്ടാക്കിയതാ ക്രിസ്മസ് അപ്പൂപ്പന്. കുഞ്ഞോ കുഞ്ഞോ ഇതാരാ ഉണ്ടാക്കിയതാ? ചേച്ചി. ആ ചേച്ചി, ജാനി ചേച്ചി. ആ പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് പ്രിയങ്ങളെ, എന്തൊരു ചൂട്, ഉഷ്ണോ, ഭയങ്കര ഉഷ്ണം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും യോഗർട്ടും മേടിച്ചു. യോഗർട്ട് ഇവിടെ കൊണ്ടുവന്ന് ബഹളമായിരുന്നു. അതുകൊണ്ട് ഇന്ന് വാങ്ങിച്ചു, കൊതി മാറട്ടെന്ന് ഓർത്ത്. പിന്നെ ഇത് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് തന്നതാണ്. നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് എന്നെ വന്ന് കണ്ട ആളാണ്. അപ്പോൾ ആ മോൻ എനിക്ക് അന്ന് പഠിക്കുന്നിടത്തുനിന്ന് വന്നപ്പം എനിക്കൊരു പേഴ്സും ഒക്കെ കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ വന്നില്ല, മോൻ്റെ അമ്മയും അനിയനും കൂടി വന്നു. അപ്പോൾ എനിക്ക് കേക്ക് വാങ്ങിച്ചു തന്നിട്ടാ പോയത് കേട്ടോ. നമുക്ക് നോക്കാം. ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. നമ്മുടെ മോനിക്കുട്ടനെ പോലൊരു കുഞ്ഞാവയാണ് വന്നത് കേട്ടോ. മോനിക്കുട്ടനെക്കാട്ടി ഇളയ ആളാണ്. അപ്പോൾ ഇന്ന് പിന്നെ എന്താ പറയുന്നത്, പള്ളിയിൽ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു മോനിക്കുട്ടൻ ഡാൻസിന് ചേർന്നിട്ടുണ്ട്. അപ്പം അതിന് ഡ്രസ്സ് വേണമായിരുന്നു. അവൻ പറഞ്ഞതനുസരിച്ച് ബ്ലാക്കും വൈറ്റും ആണ്. ഇനി അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രൂപ്പിൽ അതിനെപ്പറ്റി ഒന്നും മെസ്സേജ് ഒന്നും കണ്ടില്ല. ഇവരോട് പറഞ്ഞത് കൊണ്ടായിരിക്കാം. അപ്പം ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഡ്രോയിങ് ബുക്ക് വേണമെന്ന് പറഞ്ഞ് അതും മേടിച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുത്തിനൊരു ഷർട്ട് വാങ്ങിച്ചു. ഷർട്ടൊക്കെ ഇനി അവിടുത്തെ വെയിൽ കൊണ്ടിട്ടാണോ ആ നനയ്ക്കുന്നതിൻ്റെ കൊണ്ടാണോ അറിയത്തില്ല, മൊത്തം നരച്ച് നാശക്കോടാലിയാക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പം ഇന്നിപ്പം ഒരു ഷർട്ട് മേടിച്ച്. എങ്ങനെയുണ്ട്? അപ്പോൾ നാളെയാണ് പോണമെന്നും പറഞ്ഞിരിക്കുന്നത്. ടിക്കറ്റ് ഒന്നും ഇതുവരെ കൺഫേം ആയില്ല. പ്ലെയിൻ ബ്ലാക്ക് ഷർട്ടും ഒരു വൈറ്റ് ടീഷർട്ട് അതിൻ്റെ അകത്തിടാൻ. പക്ഷെ അതിൽ പ്രിന്റ് ഉണ്ട്. പക്ഷെ ഷർട്ട് ഇട്ട് കഴിയുമ്പോൾ കാണത്തില്ല. പിന്നെ ബാക്ക് സൈഡിലും പ്രിന്റ് ഉണ്ട്. വേറെ കിട്ടിയില്ല, പ്ലെയിനായിട്ടുള്ളത് കിട്ടിയില്ല. ഇവിടെ ഒരു കുഞ്ഞി പ്രിന്റ് ഉണ്ട്. സാരമില്ല. അപ്പോൾ പിന്നെ ബ്ലാക്ക് കളർ സോക്സ് ഇത്രയാണ് വാങ്ങിക്കണമെന്ന് പറഞ്ഞത്. പാൻറ് ഉണ്ടെന്ന് പറഞ്ഞു ബ്ലാക്ക്. ഇനി അത് മാറ്റം ഉണ്ടോന്ന് അറിയത്തില്ല. പിന്നെ ആ ഷർട്ട് എടുത്തിരുന്നു പ്ലം കേക്ക്. പിന്നെ ഇന്ന് മുത്തും ഞാനും കൂടി രാവിലെ പോയത്. ഞാൻ പറഞ്ഞില്ല ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊരു ഫിസിഷ്യൻ ഡോക്ടറെ കാണിച്ച് അതിനുള്ള മരുന്നൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കണ്ടേ. അപ്പോൾ അതൊക്കെ കാണിച്ച് നമ്മൾ അതിനുള്ള തീരുമാനമൊക്കെ ആയി. കുറേ മരുന്നുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒമേഗ3 ഗുളികകൾ കഴിക്കണം. അതെല്ലാം കൂടി അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് കഴിക്കണം.
ബ്രഷ്, പെന്ന്, പരീക്ഷ എഴുതാൻ പേന കൊണ്ടുവെക്കണം. ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ട്. നമ്മള് ജാനിക്കുട്ടിയുടെ ഒക്കെ കയറിയാലും ജാനിക്കുട്ടിയെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാനുള്ള ആലോചന തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഏകദേശം 3-4 വർഷം കൊണ്ട് അവളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം അങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ അത്ര ധൈര്യം പോരാ. അപ്പം ഈ വർഷം കൊണ്ടുപോകണമെന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ്. അപ്പോൾ മാമി വരുമ്പം മാലയിട്ട് പോകാം എന്നുള്ള ഇതിലിരിക്കുമായിരുന്നു. വന്നപ്പോൾ മാമിക്ക് ഭയങ്കര പനി എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത പനി. അപ്പോൾ ഇന്നലെ മാല ഇടണമെന്ന് വിചാരിച്ചു. ഇന്നലെ മാമി എഴുന്നേറ്റതേ ഇല്ല. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി വ്യത്യാസമുണ്ട്. അവർ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുമായിരുന്നു. അതുകൊണ്ട് അധിക സമയം നമ്മളവിടെ നിന്നില്ലെങ്കിൽ പോയിരുന്നു കേട്ടോ. ഇട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞോനെ കൊണ്ടുപോകുന്നില്ല. കുഞ്ഞോനെ എപ്പോൾ വേണേലും നമുക്ക് കൊണ്ടുപോകാമല്ലേ, എപ്പോൾ വേണേലും അവർക്ക് പോകാമല്ലോ. ജാനിക്കുട്ടിയുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. ഈ വർഷം ഇത്രയും നേരം റോഡിൽ ഇട്ട് സൈക്കിൾ ചവിട്ടിയപ്പോ പന്നിയെ പേടിയില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പന്നിയെ പേടിയാണ്. ഇരുട്ടുന്നതിന് മുമ്പ് കയറി വരണമെന്ന് പറഞ്ഞ നമ്മുടെ വീടിന്റെ മുറ്റത്തോട്ട് പന്നിക്ക് വരാനുള്ള ഒരു വഴി തന്നെ ആയിട്ടുണ്ട്. ആ കാടിനകത്തൂടെ പന്നി വരുന്ന ഒരു വഴി എപ്പോഴാണെന്ന് അറിയത്തില്ല. ആരോട് എങ്ങനെ പറയാനാ, നമ്മൾ എന്തോ ചെയ്യാനാ എനിക്കറിഞ്ഞുകൂടാ. ആ കാടെങ്കിലും ഒന്ന് വൃത്തിയാക്കി തന്നിരുന്നെങ്കിൽ അത്രയും ഒരു പേടിയില്ലാതിരിക്കായിരുന്നു. അത് നമ്മുടെ വീടിന്റെ സൈഡിലെ കാടെല്ലാം അവിടെ നിർത്തി വെച്ച് ഒരു ശല്യം ഇല്ലാത്തവിടുത്തെ കാട് കുറെ വെട്ടിത്തെളിച്ച്. അമ്മമ്മയുടെ അടുത്ത് വെള്ളം കൊണ്ടുവന്നായിരിക്കും. ശരി, എന്താ പറഞ്ഞ സാധനം? അതെന്തു? ഡ്രോയിങ് ബുക്ക്. ഇതെന്തു? അതല്ല, ഞാൻ ഡ്രോയിങ് ബുക്ക്. അത് ഡ്രോയിങ് ബുക്കാ. ലൂഫിയുടെ ഡ്രോയിങ് ബുക്ക് മേടിക്കുന്നേ, കളർ അടിക്കുന്നു. അത് ഡ്രോയിങ് ബുക്കാ. അമ്മ പൊട്ടത്തരം പറയാം. ഞാൻ പറഞ്ഞത് ഡ്രോയിങ് ബുക്ക് ഇരിക്കുന്നുണ്ടോ? ഇല്ല, ഡ്രോയിങ് ബുക്ക് അത് എന്നോട് പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു. എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കളർ അടിക്കത്തില്ലേ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പടം ഓൾറെഡി പടം ഉള്ളതോ? ലൂഫിയുടെ മേളിൽ കൂടെ വരച്ചില്ല, അതുപോലെ ആവാന് അതില്ലാത്തില്ല. ഈ ബുക്കിനകത്തോട്ട് ഇയാള് വരയ്ക്കുക, കളർ അടിക്കുക, എല്ലാം അതിനോട്ട് വരയ്ക്കട്ടെ. കാർബൺ ഓരോന്നേ എടുക്കാവുള്ളൂ കേട്ടോ. 3 എണ്ണം ഉണ്ട്. ഒന്ന് അതിന്റെ മഷി പോകുന്നിടം വരെ അത് തന്നെ ഉപയോഗിക്കണം. ഇത് നൂത്തൊരു ബുക്കിനകത്തോട്ട് വന്നു. മോന് ഡ്രസ് ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കേ, വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. എന്താ പാലൂടാന്ന് വെച്ചാൽ ഒന്ന് ഇട്ട് നോക്കാം. എവിടെ വന്നിട്ട്? അച്ചാച്ചന്റെ ഷർട്ടിന് 550 രൂപ കണ്ടേ ആരുള്ളൂ. പുറകിലല്ലേ സാരം. ഷർട്ട് ഇടുമ്പോ കാണത്തില്ല മറ്റേ കുഞ്ഞത്. ഒന്ന് കൊണ്ടുപോയി അഴുക്കാക്കാം. എന്താ അപ്പഴത്തേക്ക് അവിടെ വെള്ളം നിറച്ച് കഴിയും. അല്ലെ പോയിട്ടു അച്ചാച്ചൻ്റെ കൂടി ഇങ്ങ് വരണം. ഗ്രില്ല് ചാരിയാരെ ഈ വള ഇട്ട് എൻ്റെ ഷാളെല്ലാം പോയി. വെക്കട്ടെ. രാവിലെ തുണി കഴുകാനൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. അല്ലാതെ പുറത്ത് കൊണ്ടിട്ട് കഴുകാനുള്ളതുണ്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞില്ലേ, ടാങ്കിൽ വെള്ളം കുറവായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇത് ഭയങ്കര സ്ലോ ആയിപ്പോയി. നമുക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ടത് കൊണ്ട് അത് കഴുകി എല്ലാം ക്ലോസ് ആക്കി വിരിച്ചിട്ട് പോകാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ മോനുകുട്ടനെ ഏൽപ്പിച്ചിട്ട് പോയി. പുറത്തിരുന്ന് ഞാൻ കഴുകി വെച്ചു. ഒന്നുകൂടി ഒന്ന് ഒലച്ചിടണമായിരുന്നു. അത് ഒലച്ചിട്ട് വാഷിംഗ് മെഷീനകത്തേതും
ഓഫാകുമ്പോൾ ഒന്ന് വിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. പാവം അതെല്ലാം എടുത്ത് വിരിച്ച് കേട്ടോ. അപ്പോൾ വേറെ എന്താണ്, ഇന്ന് ഇലക്ഷൻ്റെ വിജയവും പരാജയവും ഒക്കെ അറിഞ്ഞ ദിവസമാണ്. ടൗണിലൊക്കെ ഭയങ്കര വിജയിച്ചവരുടെ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ ഇനി ചകഞ്ഞുകൊണ്ടിരിക്കും. ഇനി കുറേ ദിവസത്തേക്ക് നമുക്കിനി അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുന്നത്, എനിക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ ഇലക്ഷന് നിന്നവരൊക്കെ ജയിച്ചു. എനിക്ക് വലിയ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഒന്ന് അജയൻ്റെ പെങ്ങളാണ് ആശ ചേച്ചി. ഞങ്ങൾ എന്താ പറയുന്നത്, എൻ്റെ ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടം തന്നത് ആശ ചേച്ചിയാണ്. എനിക്ക് ഡിസംബർ തന്ന ഒരുപാട് നഷ്ടങ്ങളുടെയും വേദനകളുടെയും ഒക്കെ കാര്യങ്ങൾ ഞാൻ പോസ്റ്റായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഷെയർ ചെയ്ത കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ചിരുന്നത് വാടകയ്ക്കാണ്. അപ്പോൾ ആ ഒരു ക്രിസ്മസ് ദിവസം പറഞ്ഞാൽ നമ്മൾ വാടക വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടുന്ന് മാറിക്കൊടുക്കണമെന്ന് അതിൻ്റെ ഓണർ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തോട്ട് വന്ന് താമസിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് അവിടെ താമസിക്കുകയാണ്. പക്ഷേ ആ ക്രിസ്മസ് ദിവസം നമ്മൾ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അതൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങുകയാണ്. ഞാനും ഇവരുടെ പപ്പയും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയ സമയത്ത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും ഒരു പ്ലാനും ഇല്ല. അങ്ങനെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ, ഒരു ഫാമിലിയായിട്ട് വൈഫ് ഹൗസിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അവർ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് അറിഞ്ഞിട്ട് അവർ ഞങ്ങളെ വന്ന് വിളിച്ച് കാറിൽ ഞങ്ങൾ ടൗൺ വരെ പോയി. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും തീരുമാനമാകാതെ ആ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരിക്കൽ ഇറങ്ങി പോകുന്ന ഒരിടത്തേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുക എന്ന് പറയുന്നത് നമ്മുടെ ഗതികേടാണ്, അല്ല നിസ്സഹായാവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരിടത്തേക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് ചെന്ന് കയറി. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും കിടക്കണ്ടേ. അങ്ങനെ കയറി. മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കേട്ടോ. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നമുക്കതിനുള്ള ഒരു അവകാശമില്ല. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഒരിക്കലും ആരും അങ്ങനെയുള്ള ബാധ്യതകളൊന്നും ഏറ്റെടുക്കില്ല. ഈ നിസ്സാരം ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ അതിനകത്ത് മുഷിച്ചിരി കാണിച്ചേക്കാം. കാരണം 2 കുഞ്ഞുങ്ങൾ, ക്യാൻസർ രോഗിയായ ഒരു ഭാര്യ, അങ്ങനെയൊക്കെ ഉള്ളവരെ എന്താ പറയുന്നത്, അങ്ങനെ സംരക്ഷിക്കാൻ ആരും അങ്ങനെ തയ്യാറാവില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങേണ്ടിയ ഒരു സമയമായപ്പോൾ എന്തായാലും ഒരു വീട് എടുക്കണം. ഇവിടുന്ന് ഇറങ്ങിയിട്ടാണല്ലോ അവിടെ ഒരിടത്ത് കയറിയത്. അപ്പോൾ ഈ തിരിച്ചിങ്ങോട്ട് വരും നമുക്ക് ചോയ്സ് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒറ്റമുറി വീട് വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു. ആ ഒറ്റമുറി വീട് ഞങ്ങൾക്ക് തന്നത് ഈ ആശ ചേച്ചിയാണ്. ആശ ചേച്ചിയുടെ കുടുംബ വീടാണ്. ഒറ്റമുറി തന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാർട്ട് ഒരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്. ഒരു പാർട്ടിൽ കുറേ സാധനങ്ങൾ, പഴയ വീടാണ്. അപ്പോൾ അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു മുറിയാണ്. ആ ഒരു മുറി മാത്രമേ ഒഴിഞ്ഞു കിടക്കുന്നുള്ളായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാൻ ജോലിയൊക്കെ വിട്ടിരിക്കുന്ന സമയമാണ്, ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ സമയമാണ്. ഞാൻ അജയനോട് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും ഒരു വീട്, ഒരു മുറി ആയാലും മതി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആശ ചേച്ചിയോട് ചോദിച്ചു. ഞങ്ങൾക്ക് ആ ഒരു മുറി വീട് തന്നു. ആ ഡിസംബറിൽ ഞങ്ങൾ അവിടെ പോയി താമസിച്ചു. അവിടെ താമസിക്കുമ്പോൾ നിറച്ചും ബുദ്ധിമുട്ടുകളാണ്. കാരണം ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെന്നു. ഈ ഒരു മുറിയേ ഉള്ളൂ, കട്ടിലും മേശയും ഈ സാധനങ്ങളെല്ലാം കൂടി ഇടാൻ എല്ലാം ഒന്നും കൊണ്ടുപോയില്ല. കുറേ സാധനങ്ങൾ നമ്മൾ ഇവിടെ ഒരു കടമുറിയിൽ ഇട്ടിട്ടാണ് പോയത്. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഈ സാധനങ്ങൾ കൊണ്ടുപോയ വഴിക്ക് പലരും അതിനകത്തുനിന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോയവരുണ്ട്. ഞങ്ങൾ അവിടെ താമസിച്ചതിന് ശേഷം ചേച്ചി ഞങ്ങൾക്ക് അടുക്കളയും കൂടെ ഓപ്പൺ ചെയ്ത് തന്നു. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറ്റി തന്നു. അടുക്കളയും കൂടെ ഓപ്പൺ ചെയ്ത് തന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ പുറത്തൊരു ചരിപ്പുണ്ടായിരുന്നു, അവിടെയാണ് പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കപ്പം ഈ തണുപ്പും പൊടിയെല്ലാം അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞൊരു സമയമാണ്. എനിക്ക് ജോലി ചെയ്യാനും തണുപ്പ് കൊള്ളാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്. അന്നേരം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് പോയേ പറ്റുള്ളായിരുന്നു. അതൊരു ഇച്ചിരി കയറ്റം കയറി പോകേണ്ടിയ വീടായിരുന്നു. പക്ഷേ എനിക്ക് പോവാതിരിക്കാനും അവിടെ ഒരു അഭയം തേടുക എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധിത ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലും എനിക്ക് പോയി താമസിക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ എനിക്ക് നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ, എനിക്ക് ഒരിടത്തും അഭയമില്ലാത്ത അവസ്ഥയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും കിടക്കാൻ ഇടം തന്നത് ആശ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി താമസിച്ചു. അവിടെ താമസിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ വീട് പണിയെ പറ്റിയൊക്കെ ആലോചിച്ചതും എൻ്റെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വിറ്റിട്ട് നമ്മൾ ഈ പണി തുടങ്ങി.
ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ലോണൊക്കെ എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് മാറാനൊക്കെ അങ്ങനെയൊക്കെ തീരുമാനിച്ചത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. ഈ വീട്ടിലേക്ക് താമസം മാറി വരികയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 മാസത്തോളം അവിടെ താമസിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മറന്നുപോയി. നമ്മൾ വീടൊക്കെ വെച്ച് ഇങ്ങോട്ട് മാറാൻ സമയമായപ്പോഴത്തേക്ക് ചേച്ചിക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അത് ഞാൻ കാരണമൊന്നുമല്ല, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടായിരിക്കാം ചേച്ചി അത്. പിന്നെ എന്നോട് അങ്ങനെയുള്ള മുഷിച്ചിലൊന്നും കാണിച്ചിട്ടില്ല. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ആശ ചേച്ചി മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ജയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചി ജയിച്ചു. ചേച്ചി കോൺഗ്രസ് പാർട്ടിയിലാണ്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു നമ്മുടെ ഇവിടുത്തെ DCC പ്രസിഡന്റ് മോഹൻരാജ് സാറ്. അപ്പോൾ സാറ് ഇപ്പം ഈ സ്ഥാനത്തില്ല. അപ്പം ചേച്ചി മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുന്നത്, വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ചേച്ചി ജയിക്കണമെന്നുള്ളത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കരുതാത്ത ചില മുഖങ്ങളുണ്ട്. അതിലൊരു മുഖം ആശ ചേച്ചിയുടേത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്ക് ചില വ്യക്തികളോട് മാനസികമായിട്ട് അടുപ്പമുണ്ട്. അവർ ജയിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാനത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. മറ്റൊരാൾക്ക് നന്മ ചെയ്യാൻ കഴിവുള്ളവർ തലപ്പത്ത് വരിക എന്ന് പറയുന്നത് അതല്ലേ നല്ല കാര്യം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ദിവസം ഞാൻ അത് ഓർത്തു ആ കാര്യം ഇങ്ങനെ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അത് പറയേണ്ട ഒരു സാഹചര്യം ഇന്നാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കടന്നുപോയ വഴികളൊക്കെ വളരെ ഭീകരമായിരുന്നു പ്രിയങ്ങളെ. എങ്ങനെ കടന്നു വന്നെന്നോ എങ്ങനെ അതിന് കഴിഞ്ഞു ഒന്നും ഇന്നെനിക്ക് അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് കാരണങ്ങൾ അജ്ഞാതമായിരിക്കും. ഒരു പിടിച്ചു നിൽക്കൽ, ഒരു തിരിച്ചു വരവ്, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. ഇതും അങ്ങനെയായിരുന്നു. അപ്പം ചില അവസ്ഥകളിലൊക്കെ നമ്മളത് ഓർക്കുന്നതും എന്താ പറയുന്നത് നല്ലതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. എന്നാലേ നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ, അത്രയും കഠിന അനുഭവങ്ങളൊക്കെ നമുക്ക് വന്നിട്ടും നമ്മൾ ജീവിച്ചു എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വോട്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ എന്താ പറയുന്നത്, എല്ലാം നന്മയ്ക്കായി തീരട്ടെ അല്ലേ. അപ്പം ഞാൻ വെള്ളം ചൂടാക്കി കുളിക്കാം. എനിക്ക് നല്ല ഉഷ്ണമുണ്ട്, പക്ഷെ എൻ്റെ തൊണ്ട അടയ്ക്കുന്നത് പോലെ തോന്നുന്നു. പൊടി അടിച്ചിട്ടാന്ന് തോന്നുന്നു. രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പ്രതികൂലങ്ങളനുനിമിഷം പകൽമേഘസ്തംഭം രാത്രിയഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും. ഇവിടെ ഒരു ക്രിസ്മസ് പാപ്പയും ക്രിസ്മസ് ട്രീയും ഉണ്ട് കണ്ട. മോനിക്കുട്ടിനും മുത്തും കൂടെ അത് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പീസ് എപ്പോഴോ എങ്ങനെയോ ഇളകിപ്പോയി. അപ്പോൾ ഞങ്ങളതെല്ലാം എടുത്ത് ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ ദേ ഇവിടെ മോനിക്കുട്ടൻ മഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മഞ്ഞ് ഇത് കോട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ചോറ് ഉച്ചയ്ക്ക് വാങ്ങിച്ച ചോറ് പോയി കുളിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. ടാങ്കിലല്ലേ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, തലവഴി വെള്ളം ഒഴിച്ചു. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ പോകുന്നത്. കുടിക്കാനല്ലേ കുടിവെള്ളം ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കുടിച്ചു. കുടിക്കാൻ സമയം അച്ഛനെ പോയി കോളി. ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിനൊരു പൊതിച്ചോറ് വാങ്ങി, മൊത്തം കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇറങ്ങി കൊണ്ടുപോയിരുന്നു. പിന്നെ രാത്രിയിലത്തേക്ക് അവർക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് വെച്ചില്ല കേട്ടോ.
അരി അരച്ചത് ദോശയും സാമ്പാറും ഇരിപ്പുണ്ട്, അതുകൊണ്ട് അതാക്കാം എന്ന് വിചാരിച്ചു. ചോദിച്ചു നോക്കാം. തുണി മടക്കി വെക്കാനുണ്ട് കേട്ടോ. തുണി ഒത്തിരി മടക്കാൻ കൂട്ടിയിട്ടിട്ടുണ്ട്, അതെല്ലാം മടക്കി വെക്കണം. എല്ലാവരുടെയും ഉണ്ട്. മുത്തേ ദോശ മതിയോ രാത്രി? എന്തോ വല്ലാത്തൊരു പരവേശം. അപ്പൊ നമുക്കൊരു തേയില വെള്ളം, അതായത് കട്ടൻ ചായ കേട്ടോ. വേണോ തേയില വെള്ളം? ഇട്ട് ഞാൻ എടുത്തോണ്ട് വന്നില്ലെന്നേ ഉള്ളൂ. ഓ എല്ലാ ദിവസവും കഴിക്കരുത് അല്ലേ? ചിലപ്പോ ചൂടായി തിരിച്ചിടാം. അതെ ചൂടുണ്ട്. ആയി. ഒഴിച്ചു തരാം ഈ കാലത്ത്. പഠിപ്പിച്ചത് കേട്ട് നിങ്ങളൊക്കെ ഒരുപാട് ചിരിച്ചു കാണുമെന്ന് എനിക്കറിയാം. കണ്ടവര് കേട്ടോ, ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ മോനുകുട്ടന് ഫസ്റ്റ് ഉണ്ട് കേട്ടോ, എ ഗ്രേഡ് ഉണ്ട്. പൊതിച്ചോറ് ഇത്രയും ചോറാവുള്ളത്, വെള്ളച്ചോറാ കേട്ടോ. ഇതിനകത്ത് വറ്റൽമുളക് കിട്ടും. മോനുകുട്ടി ഇത്ര എന്തായാലും കഴിക്കത്തില്ല, ഞാൻ ചോറ് കഴിക്കാം. നീ സ്കൂട്ടറിൽ പോയി എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്തോ പറയാം. 8 മണിക്കുള്ള ദോശയൊക്കെ റെഡിയായി. സാമ്പാർ ഇരിപ്പുണ്ട്. ഒന്ന് അഴിക്കാവോ? കൈ കൊള്ളത്തില്ലയോ? കൈ കൊള്ളിയില്ലല്ലോ. സാമ്പാർ വേണ്ട മോന്? പ്രിയങ്ങളെ, ഇതേ ചോറും ഞാൻ പറഞ്ഞില്ലേ വറ്റൽമുളക് ഉണ്ടെന്ന്, അതും കൂടി കേട്ടോ. പിന്നെ മീൻ വറുത്തത് വിളമ്പി വെച്ചിട്ടുണ്ട്. മാമി പൊതിച്ചോറിനകത്ത് മീൻ വറുത്തതുണ്ടായിരുന്നു, അതായി ഇരിക്കുന്നത് കേട്ടോ. ഇത് അമ്പഴങ്ങ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ പ്രിയങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം എന്നും പറയുന്ന പോലെ സ്നേഹവും പ്രാർത്ഥനകളും അറിയിക്കുന്നു. വീണ്ടും കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.